ആർ വി ബാബു, താങ്കൾ നേരത്തെ പറഞ്ഞു സർക്കാർ പുലിവാല പിടിച്ചിരിക്കുകയാണ്, ഒരു ഇടുത്തി പോലെയാണ് ഇത് വന്ന് ചേർന്നത്. കാരണം തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഒരു 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 വിഷയം അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് സർക്കാരോ CPM-ഓ സ്വപ്നേബി പോലും കരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ നോക്കൂ, ഇപ്പോൾ എല്ലാറ്റിലും ഒരു യു ടേൺ അടിക്കുകയാണ് സർക്കാർ. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കവർച്ച, അതുപോലെ പമ്പ സംഗമത്തിലെ തീവട്ടിക്കൊള്ള, അപ്പോൾ ഇതിൻ്റെയൊക്കെ പാപം കഴുകിക്കളയാൻ ഹിന്ദുക്കൾക്കൊപ്പം അല്ലെങ്കിൽ ഭക്തർക്കൊപ്പം ആവാം എന്നൊരു നിലപാട് എടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അമ്പലങ്ങളിലെ ഈ കാണിക്കയിലാണ് ഇവരുടെ കണ്ണ്. യെസ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് വോട്ട് അത് EVM-ലേക്ക് വരാൻ വേണ്ടിയെങ്കിലും ഒരു 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 അനുകൂല സമീപനം എടുക്കില്ലേ? ഈ പാപം കഴുകിക്കളയ എന്നൊക്കെ നല്ല പേര് പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു തരില്ല. കാരണം 7 ഗംഗയിച്ചാലും ഇവരുടെ ഒന്നും ഈ പാപം പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്രയും വലിയ നീച കൃത്യമാണ് ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്. അത് ഞാൻ CPM മാത്രം നടത്തിയെന്നൊന്നും പറയുന്നില്ല കേട്ടോ. അവിടെ ഭരിച്ച ആളുകൾ മുഴുവൻ ഭരണത്തില് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുക, ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക എന്നുള്ള സമീപനമാണ് ദേവസ്വം ബോർഡ് എന്തിനു വേണ്ടി ഉണ്ടാക്കിയോ അതിന് വിപരീതമായ സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ രാജഗോപാൽ സാർ പറഞ്ഞ ചില കാര്യങ്ങളുടെ കോൺട്രഡിക്ഷൻസ് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ 91-ലെ കേസ് അദ്ദേഹം പറയുണ്ടായി, മഹേന്ദ്രൻ കൊണ്ടുവന്ന കേസ്. മഹേന്ദ്രന്റെ കേസ് എന്തായിരുന്നു? മഹേന്ദ്രന്റെ കേസ് ഈ പറയുന്ന ചന്ദ്രികയുടെ കൊച്ചുമോളുടെ ചോറൂണുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു കേസ് വരാൻ തന്നെ കാരണം. നേരത്തെ പറഞ്ഞ കമ്മീഷണർ ഉണ്ട് ചന്ദ്രിക, ആ ചന്ദ്രികയുടെ കൊച്ചുമകളുടെ ചോറൂണുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഈ പറയുന്ന സ്ത്രീകൾ വരികയും കമ്മീഷണർ അല്ലേ, കമ്മീഷണർ. അപ്പോ ദാറ്റ് മീൻസ് അതൊരു എക്സെപ്ഷണൽ കേസാണ്, യൂഷ്വൽ പ്രാക്ടീസ് അല്ല. അതുകൊണ്ട് കാലാകാലങ്ങളിൽ ദേവസ്വം ബോർഡ് ഈ ജസ്റ്റിസ് പരിപൂർണന്റെ വിധി 10 മുതൽ 50 വരെ എന്നാണ്. രാജഗോപാൽ സാറിന് ഓർമ്മയുണ്ടാവും, ഈ 50 മുതൽ ഇറക്കിയിട്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷനിലൊക്കെ 10 മുതൽ 55 വയസ്സ് വരെ, 55 വയസ്സ് വരെ. അപ്പോ അങ്ങനെ അവിടെ പ്രവേശനത്തിന് നിയന്ത്രണമുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് 2008 ഈ LDF സർക്കാരിന്റെ അഫിഡാവിറ്റിൽ പറഞ്ഞത് ഫോർ ദ സെവറൽ ഇയേഴ്സ് ദർ വാസ് എ കസ്റ്റം. അത് പരിശോധിക്കാൻ, അത് റിഫോം ചെയ്യണമെങ്കിൽ സ്കോളേഴ്സ് ആയിട്ടുള്ള ആളുകൾ, പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ, ഈ കാര്യത്തിൽ പറ്റുന്ന ആൾക്കാരെ വെച്ചുകൊണ്ടൊരു കമ്മിറ്റിയുടെ അഭിപ്രായം തേടാവുന്നതാണ് എന്ന് പറയാൻ കാരണം ദർ വാസ് എ കസ്റ്റം. അങ്ങനെ ഒരു കസ്റ്റം അവിടെ നിലവിലുണ്ട് എന്ന് സർക്കാർ സമ്മതിക്കുന്നു. പക്ഷെ സർക്കാരിന്റെ പറയുന്നത് ഇൻ പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് എ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് വി ആർ അഗെയിൻസ്റ്റ് ഇറ്റ്, ഞങ്ങൾ അതിനെതിരാണ്. പക്ഷെ ഈ ഉദാര മനസ്സ് കാണിച്ച ഇടതുപക്ഷ സർക്കാർ വിധി വന്നപ്പോൾ ഈ ഉദാരത വിശ്വാസികളോട് കാണിച്ചോ? രാജഗോപാൽ, ഈ ഉദാരത കാണിച്ചില്ല. ഞാൻ അന്ന് ഹൈന്ദവ സംഘടനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വിധി നടപ്പാക്കുന്നതിന് മുൻപ് ഹൈന്ദവ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്ത് ഈ വിധിയെ അവധാനതയോടെ കാണുകയും വിശ്വാസികളെ വിശ്വാസത്തിലെടുക്കുകയും വേണം എന്ന് അഭിപ്രായപ്പെട്ടത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അന്നത്തെ പ്രാന്തകാര്യവാക്കാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയായിരുന്നു, വിശ്വാസികളോട് ചർച്ച ചെയ്യണം. അപ്പൊ അല്ലാതെ ലോ ഓഫ് ദ ലാൻഡ് ആണ് സുപ്രീം കോടതിയുടെ. എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? ഈസ് ദർ എനി ഡയറക്ഷൻ ഓഫ് സുപ്രീം കോടതി? എന്താ ഈ ശബരിമലയിൽ സ്ത്രീകളെ വലിച്ചു കയറ്റി കൊണ്ടുപോകണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇറ്റ് വാസ് എന്താ പറയുക, ഡയറക്ഷൻ. അതായത് സ്ത്രീകൾക്ക് കയറാം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ വലിച്ചു കയറ്റി കൊണ്ടുപോകണം എന്ന് സുപ്രീം കോടതി പറഞ്ഞില്ല. പക്ഷെ നടന്നത് എന്തായിരുന്നു? അവിടെ ഈ പറയുന്ന രഹാന ഫാത്തിമയെ പോലെ തീർത്തും ഒട്ടും വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, ബിന്ദു അമ്മിണിയെ പോലെ, കനകദുർഗയെ പോലെ വിശ്വാസവുമായി ബന്ധപ്പെടാത്ത ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ അവരൊക്കെ അവിടെ വന്നത്? അല്ലല്ലോ. വിശ്വാസികൾ വിചാരിക്കുന്നത് അവിടെ വ്രതം എടുത്ത് വരണം എന്നാണ്. വ്രതം എടുത്താണോ ഇവരൊക്കെ വന്നത്? അവിടെ അല്ല. അപ്പോ തീർത്തും വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്ന സമീപനത്തിന് സർക്കാർ ആവേശപൂർവ്വം, അന്ന് രാജഗോപാൽ സാർ, നമ്മുടെ മുമ്പിലുണ്ടല്ലോ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനകൾ, നമ്മുടെ മുമ്പിലുണ്ടല്ലോ അന്നത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾ നടത്തിയ പ്രസ്താവനകൾ.
CPM നേതാക്കന്മാർ നടത്തിയ പ്രസ്താവനകൾ നമ്മുടെ മുമ്പിലില്ലേ? ഇതെല്ലാം ഒറ്റയടിക്ക് നമുക്ക് മറക്കാൻ കഴിയുമോ? ഞാൻ ഈ ഒരു കാര്യം പറയട്ടെ. ഇതേ സമാനമായ സാഹചര്യത്തിൽ ഒരു വിധി യാക്കോബായ സഭയുടെയും മാർത്തോമാ സഭയുടെയും കാര്യത്തിൽ ഉണ്ടായിരുന്നല്ലോ. സർക്കാർ എന്ത് നിലപാടെടുത്ത്? സർക്കാർ ഹൈക്കോടതിയിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണം, ഞങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കണം. ഇതൊരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കണം, അവരെ വിശ്വാസത്തിലെടുക്കണം. ഈ ഒരു നിലപാട് ഹൈക്കോടതിയിൽ എടുത്ത ഇതേ സർക്കാർ തന്നെയാണ് ശബരിമലയിൽ സംഘർഷഭരിതമായ സാഹചര്യം സൃഷ്ടിച്ചത്. ആരാണ് ഇതിന് ഉത്തരവാദി? രാജഗോപാൽ സാർ, ആരാണ് ഇതിന് ഉത്തരവാദി? ഹൈന്ദവ സംഘടനകളാണോ, വിശ്വാസികളാണോ? ഹൈന്ദവ സമൂഹത്തെ വിഭജിക്കാൻ വേണ്ടി ആസൂത്രിതമായി ഹൈന്ദവ സംഘടനകളുടെ പ്രത്യേക യോഗം ചേർന്നു. അവരുടെ നേതൃത്വത്തിൽ വനിതാ മതിലുണ്ടാക്കി. ആ വനിതാ മതിലുണ്ടാക്കിയതിൽ പങ്കെടുത്തതായ മൊത്തം മലബാർ ഭാഗത്ത് നമ്മൾ കണ്ടു. മുഴുവൻ ഈ പറയുന്ന നമ്മുടെ ഹിജാബ് ധരിച്ച്, പർദ്ദ ധരിച്ച സ്ത്രീകൾ അണിനിരക്കുന്നു. എന്തിനു വേണ്ടിയാ? നവോത്ഥാനം. ആരാണ് വന്ന് കൈപിടിച്ചത്? ഹിജാബും പർദ്ദയും ധരിച്ച് മുഖം പോലും പൊതുസമൂഹത്തിന് കാണാൻ അവകാശമില്ലാതെ നിൽക്കുന്ന സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് വനിതാ മതിൽ കെട്ടിപ്പൊക്കി. അവർക്ക് ആ പള്ളിയിൽ പ്രവേശനം ഉണ്ടോ? അവർക്ക് പള്ളിയിൽ പ്രവേശനം ഉണ്ടായിരുന്നോ? ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ അപമാനിക്കാൻ, അവഹേളിക്കാൻ CPM നേതൃത്വം കൊടുത്തു. ഈ ഹൈന്ദവ സംഘടനകൾ ഉപയോഗിച്ചുകൊണ്ട് അപമാനിക്കാൻ വേണ്ടി, അവരുടെ വിശ്വാസത്തെ ചവിട്ടിയരയ്ക്കാൻ വേണ്ടി. ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നടന്നതല്ലേ? അതുകൊണ്ട് സാറ് പറഞ്ഞ, ഞാൻ ഈ കാര്യങ്ങളുടെ, അങ്ങ് പറഞ്ഞ വസ്തുതാപരമായ കാര്യങ്ങളുടെ കോൺട്രഡിക്ഷൻ ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് CPMന്റെ ഈ നിലപാടിൽ അനിൽ നമ്പ്യാർ ചോദിച്ചത് എന്താണെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. ഏതായാലും ഞാൻ അത്തരം ഈ കാര്യത്തിലുള്ള CPMന്റെ നിലപാട് ആത്മാർത്ഥമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊരു അടവ് നയത്തിന്റെ ഭാഗമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ്, അടവ് നയം സ്വീകരിക്കുമോ എന്നുള്ളതാണ്.